കാത്തിരിപ്പിനും ആശയക്കുഴപ്പത്തിനും ഒടുവിൽ തദ്ദേശ സ്ഥാപന വാർഡ് പുനർനിർണയത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് പട്ടിക പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചത്. കാത്തിരിപ്പിനും ആശയക്കുഴപ്പത്തിനും ഒടുവിൽ തദ്ദേശ സ്ഥാപന വാർഡ് പുനർനിർണയത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. പല ഘട്ടങ്ങളിലായി രാത്രി ഏറെ വൈകിയാണ് പട്ടിക പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത്. രാത്രി 8 മണിയോടെ പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തുകളുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വാർഡിന്റെ പേര്, നമ്പർ, അതിരുകൾ, ജനസംഖ്യ, വീടുകളുടെ എണ്ണം തുടങ്ങിയ വിശദാംശങ്ങൾ സഹിതം രാത്രി വൈകിയാണ് പ്രസിദ്ധീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കരട് പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ ഡിസംബർ 3 വരെ സമയം നൽകിയിട്ടുണ്ട്. കരട് പട്ടികയുടെ വിജ്ഞാപനത്തിൽ ഇത് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാമെന്നും പറയുന്നുണ്ടെങ്കിലും രാത്രി വൈകിയും ലഭ്യമായിട്ടില്ല. പഞ്ചായത്തുകളുടെ നഗരസഭയുടെ പേര് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കരട് പട്ടിക പൂർണ്ണമായിട്ടുള്ള പരാതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉയർന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് വാർഡ് പുനർവിഭജനം പൂർണ്ണമായും ഡിജിറ്റലായി നടന്നത്. ക്യൂഫീൽഡ് ആപ്പ് വഴി അതിർത്തികൾ നിശ്ചയിച്ച ഘട്ടത്തിൽ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 249 വാർഡുകളും നഗരസഭകളിൽ 26 വാർഡുകളുമാണ് വർദ്ധിക്കുന്നത്. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.